എക്കണോമിക്സിലെ മൊഡ്യൂൾ 5 ആയിട്ടുള്ള ഡെവലപ്മെന്റ് എക്സ്പീരിയൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള മൊഡ്യൂളിന്റെ റിവിഷൻ ആണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. In financial year 2026, India's real GDP is forecast to grow within the range option A 5.5 to 6.0 percentage, option B 6.1 to 6.3 percentage, option C 6.3 to 6.8 percentage, and option D 6.8 to 7.2 percentage. ഇതിൽ ഏത് ആണ് അക്കോർഡിംഗ് ടു എക്കണോമിക് സർവേ 2026 ജി ഡി പിയുടെ ഫോർകാസ്റ്റ് വാല്യൂ? ആൻസർ ഏത് ഓപ്ഷൻ ആയിരിക്കും? ബി ആണോ എല്ലാവർക്കും? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 6.3 to 6.8% ഗ്രോത്ത് ആണ്, ജി ഡി പി ഗ്രോത്ത് റേറ്റ് ആണ് ഫൈനാൻഷ്യൽ ഇയർ 2026 ഫോർകാസ്റ്റ് ചെയ്യുന്നത്. Which sector had the highest contribution to India's GDP in 2024 to 2025? Option A, agriculture, option B, industry, option C, services, and option D, manufacturing. ഇതിൽ ഏത് സെക്ടറിനാണ് ഇന്ത്യസ് ജി ഡി പിക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ഉള്ളത്? സർവീസസ് സെക്ടർ ആണ് എല്ലാവർക്കും ആൻസർ. വരുന്നത് സർവീസ് ആണ്. ഇപ്പൊ കുറച്ച് റീസെന്റ് ഇയേഴ്സ് ആയിട്ട് ഏറ്റവും കൂടുതൽ ജി ഡി പിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടർ എന്ന് പറയുന്നത് സർവീസ് സെക്ടർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് agriculture to India's GDP in recent years? Option A 10%, option B 18%, option C 25%, and option D 30%. അഗ്രികൾച്ചറിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 18%. ഏതാണ് ഓപ്ഷൻ? ആൻസർ വരുന്നത് 18% ആണ്. ഓക്കെ, സോ അഗ്രികൾച്ചർ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ കുറഞ്ഞു വരികയാണ്. ലേറ്റസ്റ്റ് എക്കണോമിക് സർവേ പ്രകാരം 16% ആണ് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ടു ജി ഡി പി എന്ന് വരുന്നത്. ഓക്കെ, ഇനി 16% ഓപ്ഷൻ കാണുവാണെങ്കിൽ അത് ഓപ്റ്റ് ചെയ്തോളൂ. ബിക്കോസ് ലേറ്റസ്റ്റ് എക്കണോമിക് സർവേ 2024 to 2025 എക്കണോമിക് സർവേയില് അഗ്രികൾച്ചർ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ടു ജി ഡി പി എന്ന് പറയുന്നത് 16% ആയിട്ടാണ് കണക്കാക്കുന്നത്. Question. During which 5-year plan was the term inclusive growth emphasized? Option A 10, option B 11, option C 8, and option D 12. ഇതിൽ ഏത് 5-year പ്ലാന്റെ ടൈമിലാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറഞ്ഞ ഒരു ടേം എംഫസൈസ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ ബി 11. എല്ലാവർക്കും ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ വരുന്നത്. തെറ്റിയാലും നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 11th ആണ്. 11th 5-year പ്ലാനിലാണ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഗ്രോത്ത്, ഈ രണ്ട് കൺസെപ്റ്റും നമ്മൾ കൂടുതൽ എംഫസൈസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ്? ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ സെക്ഷനിലേക്കും ഒരേപോലെ ഡെവലപ്മെന്റ് വരുന്നത്. എക്കോണമിയിലെ
പല മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. എല്ലാ സെക്ഷനും ഒരേപോലെ ഡെവലപ്ഡ് ആവണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ ഗ്രോത്തോ? സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട്. ഒന്നാമത് നമ്മൾ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി റിസോഴ്സസ് എല്ലാം നമ്മൾ പ്രിസർവ് ചെയ്യണം എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രോത്ത് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഒരു ലോങ് ടേം ആയിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റണം. ഇത് രണ്ടും സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലുണ്ട്. സോ ലെവൻത്ത് 5 പ്ലാൻ, അതായത് 2007 to 2012 വരെയുള്ള 11th 5 പ്ലാനിലാണ് ഇൻക്ലൂസീവ് ഗ്രോത്തും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ടേം എംഫസൈസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ദി സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ആൻ എക്കോണമി typically involves option A, movement from agriculture to services, option B, decline in industrial sector, option C, shift from services to agriculture, and option D, no change in sectoral composition. Option A. Option A. Yes, ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാല് എക്കണോമിക് സ്ട്രക്ചേഴ്സിൽ വരുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ്. അതായത് ഒരു അഗ്രികൾച്ചറിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു എക്കോണമി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതൊരു ലെസ് ഡെവലപ്ഡ് എക്കോണമി ആയിരിക്കും. ഓക്കെ, സോ ആ ഒരു ലെസ് ഡെവലപ്ഡ് എക്കോണമിയിൽ നിന്നും കൂടുതൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസസ് സെക്ടറിലേക്കുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In which year did India become the 5th largest economy in the world by nominal GDP? ഇതിൽ ഏത് വർഷമാണ് ഇന്ത്യ 5th ലാർജസ്റ്റ് എക്കോണമി ആയിട്ട് മാറിയിട്ടുള്ളത്? ഓപ്ഷൻ എ 2018, ഓപ്ഷൻ ബി 2019, ഓപ്ഷൻ സി 2022 ആൻഡ് ഓപ്ഷൻ ഡി 2023. ഇതിൽ ഏത് ഇയറിലാണ് ഇന്ത്യ ഒരു 5th ലാർജസ്റ്റ് എക്കോണമി ആയിട്ട് ഇന്ത്യ മാറിയിട്ടുള്ളത്? സി. ഓപ്ഷൻ സി ആണ്. എല്ലാവർക്കും ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2022 ഇന്ത്യ ഒരു 5th ലാർജസ്റ്റ് എക്കോണമി ആയിട്ട് മാറിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് സെക്ടർ എംപ്ലോയ്സ് ദി ലാർജസ്റ്റ് ഷെയർ ഓഫ് ഇന്ത്യസ് വർക്ക് ഫോഴ്സ്? ഇതിൽ ഏത് സെക്ടറിനാണ് ഇന്ത്യൻ വർക്ക് ഫോഴ്സിലേക്ക് ഏറ്റവും ലാർജസ്റ്റ് ഷെയർ ഉള്ളത്? ഏത്? ഓപ്ഷൻ എ ഇൻഡസ്ട്രി, ഓപ്ഷൻ ബി സർവീസസ്, ഓപ്ഷൻ സി അഗ്രികൾച്ചർ, ഓപ്ഷൻ ഡി കൺസ്ട്രക്ഷൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി അഗ്രികൾച്ചർ ആണ്. അഗ്രികൾച്ചർ സെക്ടറിനാണ് ഇന്ത്യൻ വർക്ക് ഫോഴ്സിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകാൻ പറ്റുന്നത്. പക്ഷേ ഇന്ത്യൻ GDP-യിലേക്കുള്ള അഗ്രികൾച്ചർ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിക്ലൈനിങ് 16% to 18%. 16% ആണ് അപ്കമിങ് ഫൈനാൻഷ്യൽ ഇയറിലേക്ക് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ വർക്ക് ഫോഴ്സിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വർക്ക് ഫോഴ്സിലേക്ക് സ്റ്റിൽ ലാർജസ്റ്റ് ഷെയർ ഉള്ളത് അഗ്രികൾച്ചർ സെക്ടറിലാണ്. ഓക്കെ, സോ അത് ഓർത്ത് വെക്കണം. വർക്ക് ഫോഴ്സിന്റെ കേസിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളത് അഗ്രികൾച്ചർ സെക്ടറിനാണ്. പക്ഷേ നമ്മൾക്ക് ഓരോ സെക്ടേഴ്സിനും GDP-യിലേക്കുള്ള ഷെയർ കൺസിഡർ ചെയ്യുമ്പോൾ അഗ്രികൾച്ചർ സെക്ടറിന്റെ ഷെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലോവർ ദാൻ കമ്പയറിംഗ് ടു അതർ സെക്ടേഴ്സ്. ഇൻഡസ്ട്രിയൽ സെക്ടറും സർവീസ് സെക്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ. The secondary sector comprises option A, trade and transportation, option B, manufacturing and construction, option C, banking and insurance, option D, agriculture and mining. ഇതിൽ ഏത് സെക്ടർ ആണ്? സെക്കൻഡറി സെക്ടർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി. യെസ്, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വന്നത്. ഇതില് ഫസ്റ്റത്തെയോ ട്രേഡ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഏത് സെക്ടറിലാ? സർവീസ് സെക്ടർ. ആൻഡ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് മാനുഫാക്ചറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ഈസ്
comprises secondary sector. Banking and insurance or Service sector. yes. Option D or agriculture and mining. Primary. Primary. Okay. Answer വരുന്നത് option B, manufacturing and construction. അടുത്ത question. What is the meaning of jobless growth? Jobless growth എന്ന് പറഞ്ഞാൽ എന്ന ടേമിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, growth in employment but no GDP growth. Option B, GDP growth without sufficient employment generation. Option C, employment growth with inflation. And option D, none of the above. Jobless growth എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Option B. Option B. Yes. Option B ആണ് ആൻസർ വരുന്നത്. GDP ഗ്രോത്ത് വിത്തൗട്ട് സഫീഷ്യന്റ് എംപ്ലോയ്മെന്റ് ജനറേഷനെ ആണ് നമ്മൾ ജോബ്ലെസ് ഗ്രോത്ത് എന്ന് പറഞ്ഞ ടേം കൊണ്ട് റെഫർ ചെയ്യുന്നത്. ഓക്കെ, jobless growth refers to economic growth not accompanied by proportional job creation. Okay, അടുത്ത question. Which of the following is a primary sector activity? ഇതിൽ ഏതാണ് പ്രൈമറി സെക്ടർ ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രൈമറി സെക്ടറിൽ ഇൻവോൾവ് ചെയ്യുന്ന ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ, ബാങ്കിങ്. ഓപ്ഷൻ ബി, സ്റ്റീൽ പ്രൊഡക്ഷൻ. ഓപ്ഷൻ സി, ഫാമിംഗ്. ആൻഡ് ഓപ്ഷൻ ഡി, സോഫ്റ്റ്വെയർ സർവീസസ്. ഇതിൽ ഏതാണ് പ്രൈമറി സെക്ടറിൽ വരുന്നത്? Farming. യെസ്, ഫാമിംഗ് ആണ്. ഫസ്റ്റത്തെ ബാങ്കിങ് എന്ന് പറയുന്നത് സർവീസ് സെക്ടർ. Service. ബി, സെക്കൻഡറി സെക്ടർ. ആൻഡ് ഓപ്ഷൻ ഡി ഓ Service sector. Service. service sector. Other service sector. Question. India's structural changes has shown a direct shift from option A, agriculture to industry. Option B, agriculture to services. Option C, industry to services. Option D, services to agriculture. ഇതിൽ ഏതാണ് ഇന്ത്യൻ സ്ട്രക്ചറൽ ചേഞ്ച് കറക്റ്റ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്? Option B. Option A. ഓപ്ഷൻ എ ആണോ? Option B. Option B. Agriculture. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയില് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നും നേരിട്ട് സർവീസ് സെക്ടറിലേക്കാണ് ഒരു ലാർജ് ഗ്രോത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, ഒരു ഇന്ത്യൻ എക്കോണമി കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് അഗ്രികൾച്ചർ സെക്ടർ ആയിരുന്നു ഒരു ഡൊമിനേറ്റിംഗ് സെക്ടർ ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ സമയത്ത് ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ദാൻ ദി സർവീസ് സെക്ടറിന്റെ ഗ്രോത്ത് ആയിരുന്നു. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിനെ സർവീസ് സെക്ടർ ഓവർകം ചെയ്തു. ഇപ്പൊ സർവീസ് സെക്ടർ ആണ് ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഒരു ഇന്ത്യൻ സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യൻ എക്കണോമിക് സ്ട്രക്ചേഴ്സിൽ വരുന്ന ചേഞ്ചസ്. സോ ഈ ഒരു ഇന്ത്യൻ കേസിൽ സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ടു സർവീസ് സെക്ടറിലേക്കുള്ള ആ ഒരു ട്രാൻസിഷനെയാണ് നമ്മൾ ഇന്ത്യ സ്ട്രക്ചറൽ ചേഞ്ച് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി. പറയടാ. അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രിയിലേക്ക് അപ്പൊ എപ്പോഴാണ് അങ്ങനെ ഒരു ഇതില്ലേ, ഡീഫ്രോഗ് എന്ന് പറഞ്ഞിട്ടൊരു ടൈം അല്ലേ? അതായത് ഇവിടെ പെട്ടെന്ന് ഒരു ഡൊമിനേറ്റിംഗ് സെക്ടറിൽ നിന്നും വേറൊരു സെക്ടറിലേക്കുള്ള ഒരു ചേഞ്ച് അങ്ങനെ വന്നിട്ടുള്ളത് അഗ്രികൾച്ചർ ടു സർവീസ് സെക്ടറാണ്. ആദ്യം നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിലായിരുന്നു ഡൊമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് സർവീസ് സെക്ടറിനെക്കാട്ടിലും ഷെയർ ടു GDP ഉണ്ടായിരുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടറിനായിരുന്നു. ബട്ട് ലേറ്റർ സർവീസ് സെക്ടർ ഡൊമിനേറ്റഡ് അഗ്രികൾച്ചർ സെക്ടർ. സോ ഇന്ത്യ സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ അഗ്രികൾച്ചർ ടു സർവീസ് സെക്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അതായത് ഇപ്പൊ സർവീസ് സെക്ടർ നമ്മൾ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ഷെയർ ടു GDP ഉള്ളത് സർവീസ് സെക്ടർ എന്നാണ്. ഇതുവരെ നമ്മൾ പഠിച്ച ഒരു ടൈമിൽ നമുക്ക് അഗ്രികൾച്ചർ സെക്ടറിനേക്കാളും ഇൻഡസ്ട്രിയൽ സെക്ടർ മുന്നിക്ക് നിൽക്കുന്ന, അതായത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടർ ആയിട്ട് ഇൻഡസ്ട്രിയൽ സെക്ടർ വന്നിട്ടില്ല. ആദ്യത്തെ അഗ്രികൾച്ചർ സെക്ടർ ആയിരുന്നു, ലേറ്റർ ഇറ്റ് ബിക്കം സർവീസ് സെക്ടർ. മാം, എനിക്ക് ലാപ്പിന്ന് എന്റെ റെസ്പോൺസ് ജോയിൻ ചെയ്യിപ്പിക്കുന്നില്ലല്ലോ. ഹലോ, ഞാൻ ലാപ്പിന്ന് കയറാൻ നോക്കിയിട്ട് പറ്റുന്നില്ലല്ലോ.
ആണോ? നിങ്ങൾ കോർഡിനേറ്റർ ആയിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ? ഞാനല്ല ലെക്ചർ ചെയ്യുന്നത്. മാം ഒന്ന് കോർഡിനേറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. പറയും. പിന്നെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അഗ്രികൾച്ചർ നേരെ ഇൻഡസ്ട്രിയിലേക്ക് പോയി എന്താ ഡീഫ്രോഗിങ് എന്നുള്ള ടേം ഒക്കെ വെച്ചിട്ട്, അപ്പൊ അത് എതിരാ വരുന്നത്? എടാ നമ്മള് ഇന്ത്യയിൽ സ്ട്രക്ചറൽ പ്രൈമറി സെക്ടറിന് സെക്കൻഡറി സെക്ടർക്ക് പോവാതെ നേരെ ടെറിട്ടറി സെക്ടർക്ക് പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതന്നെയല്ലേ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അഗ്രികൾച്ചർ ടു പ്രൈമറി സെക്ടറിൽ നിന്ന് ടേർഷ്യറി സെക്ടർ. പക്ഷെ അത് കേരളത്തിന്റെ കേസിലല്ലേ? ഇന്ത്യയുടെ കേസിലും സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ ടു സർവീസ് സെക്ടറിലേക്കുള്ള ആ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ ബൈ ദ ടേം സ്ട്രക്ചറൽ ചേഞ്ച് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ മാം, ഇപ്പൊ മനസ്സിലായി, മാറിപ്പോയതാ. ഓക്കെ.